നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കാട്ടായി പോണ അമ്പലപ്പറമ്പിന്റെ അപ്പുറത്തെ ഓടിട്ട വീട്ടിൽ വാടക താമസിക്കുന്ന മൃഗ ഡോക്ടർ വൈകുണ്ഠേഷൻ. സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നിങ്ങളുടെ ഹൃദയ സംബന്ധമായ സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഡോക്ടറിനോട് ചോദിക്കുന്നതിന് 1 2 3 4 5 6 8 9 10 എന്നീ നമ്പറിലേക്ക് വിളിക്കുക. അഥവാ വിളിച്ചിരിക്കും പിന്നെ നിങ്ങൾ മെനക്കെടണ്ട. പക്ഷേ വെറും കുണ്ടേഷൻ അല്ല, വൈകുണ്ഠേഷൻ കേട്ടാ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് ഓടനാവട്ടത്തിന്റെ ഓമനക്കുട്ടനാണ്. അത്യുത്യ ഫോൺ ഡോക്ടറിന്റെ കൊടുത്താണ്. ചോദിച്ചോളൂ ഓമനക്കുട്ടൻ. ഡോക്ടറെ, ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ചെവി വേദനയായിരുന്നു. ഈ ചെവി വേദന എന്ന് പറയുമ്പോ പിന്നെ ഓമനക്കുട്ട ഒത്തിരി പൂല ആട്ടുമുളുക എടുത്ത് എണ്ണ കാച്ച് നിന്റെ ചെവിയിൽ ഒഴിച്ചാൽ മതി. പിന്നെ നേരെ വെളുക്കുമ്പോൾ എനിക്ക് ചെവി വേദന പമ്പ കടക്കും. ഇതിലേക്കാണോ ഡോക്ടറെ വിളിക്കണം? പിന്നെ ഡോക്ടർ, ഈ രാവിലെ ഉറക്കം എനിക്ക് എന്റെ അടിവയർ നല്ല വേദനയാണ്. ഈ വേദന എന്ന് പറഞ്ഞാൽ ഈ അടിവയറിന് ഏത് ഭാഗത്തായിട്ട്? ഓമനക്കുട്ട, നീ ഒത്തിരി മനസ്സറിഞ്ഞ് കക്കൂസ് പോകേണ്ട പ്രശ്നം വേദന കൊള്ളു. അന്നൊക്കെ എന്തിനാണ് ഓമനക്കുട്ട നമ്മളെ വിലപ്പെട്ട സമയം നീ നഷ്ടപ്പെടുന്നത്? ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പറഞ്ഞില്ലല്ലേ, മനുഷ്യനെ വിളിച്ചെടുത്തിങ്ങനെ വള വള സംസാരിക്കണം. എന്റെ അറിവ് ഞാൻ ഇവിടെ കാണിക്കും. ക്യാമറ ഓഫാണ്, ആവശ്യം പോലെ പറഞ്ഞു. പ്രകാശ സംശ്ലേഷണ കാരണമാകുന്നത് എന്തെല്ലാം? ജലം, സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്. വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുത്ത് ചെടി. എനിക്കൊന്നും മനസ്സിലാവില്ല. പാറു, നീ നമ്മക്കൂടി ഒന്ന് പറഞ്ഞു തരണേ. പോടാ തടിയാ, നിന്നെ കളിക്കാൻ വേണ്ടിട്ട് കാണിച്ചു തരാടാ. നീ എന്നെ അടിച്ചല്ലേ? ഞാൻ കാണിച്ചു തരാം. പോടാ. നിങ്ങൾ എന്തൊരു പഠിക്കണേ? ദാസപ്പ സാറിന് ചോദ്യം ചോദിക്കും. ചെടി വേറെ. അയ്യോ, ഞാൻ മറന്നു. ഞാൻ ഒന്നും പഠിച്ചതുമില്ല. എടാ, നീ പോയി നോക്കിയാൽ ദാസപ്പ സാർ ഇത് വന്നാന്ന്. അയ്യോ, ഇവിടെ കൂടെ പോയി അമ്മമാരെ എന്നെ അടിക്കും. ഞാൻ ഇതുവരെ പോയി നോക്കാമേ. ചെടി ദാസപ്പ സാറ് വന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ ഓട്ടം കൊണ്ടുവന്നില്ല. ചെടികളുടെ അടുക്കള ഇല. ചെടികളുടെ അടുക്കള. എല്ലാരും ബുക്കുകൾ അടച്ചാ? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത്. പച്ച നിറമല്ലേ സാറേ? എന്തിനടി പച്ച നിറം? പച്ച ഹരിതകണം. സാറേ, ഹരിതകണം. ഇരുന്നോ. അടുത്തത്, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏവ? ജലം, ഹരിതകണം. ജലം, ഹരിതകണം, സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്. ചക്കിയപ്പ പഠിച്ചല്ലേ. അടുത്തത്, സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാ? അതാണ് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ സാറേ? പിന്നെ ഹൈഡ്രജൻ. നീട്ടടി കഴിഞ്ഞാട്ട്. പാറു ഇപ്പൊ ഒരു വഹ പഠിക്കാതെ വരെയാണ് നീ. ഓക്സിജൻ, അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്സിജൻ. നല്ല എളുപ്പമല്ലേ ഈ ചോദ്യം? നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതിന് സാറേ എന്റെ അടുത്ത് ഇതല്ലല്ലേ ചോദിച്ചത്. ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറഞ്ഞു തരില്ല. നീ പറഞ്ഞു തരട്ടെ, നമ്മൾ പഠിച്ചു പറഞ്ഞോളാം. പഠിക്കാൻ പോണോട്ടുണ്ടോ? ഇല്ല, നമുക്ക് നാളെ ചോദിക്കാം. അടുത്ത് പോത്തടേ, അടുത്താണ് നമുക്ക് പറയാമേ. അയ്യോ, ഇതാര് സുഭദ്ര കുഞ്ഞമ്മ? ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയില്ല. ഇത്ര നാളെ ഞാൻ കണ്ടിട്ട്. വാ, അകത്തോട്ടിരിക്കാം. ഇരിക്കാനൊന്നും നേരമില്ല. വേണം, മോന്റെ കല്യാണം പറഞ്ഞാണ് വന്നത്. ഇനിയും കുറെ സ്ഥലത്ത് വിളിക്കാറുണ്ട്. കുടുംബകലയ്ക്ക് വീണ്ടും വന്ന. നിനക്ക് ഇന്നും വേലയില്ലേ? നീ ഇപ്പോഴും കുടിക്കാർക്കാ? എനിക്ക് എപ്പോ ദാഹിക്കും അപ്പ ഞാൻ കുടിക്കും. നിങ്ങളത് പിണ്ടാരാണ് മനുഷ്യ. കുഞ്ഞമ്മ കുറെ നാളുകൂടിയാണ് കയറി വരണത്. പിന്നെ കുഞ്ഞമ്മ ചെറുക്കന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീധനമൊക്കെ ഉണ്ടാ. പിന്നെ 4 ചിറ്റ റബ്ബാണ് സ്റ്റേറ്റ്. അതിന്റെ ഒത്ത നടുക്കാണ് പെണ്ണിന്റെ വീട്. ഒറ്റ മോളേ ഉള്ളൂ. അത് നന്നായി. അപ്പൊ നിങ്ങൾക്ക് അമ്മയ്ക്ക് മോനും കൂടെ വലിക്കാൻ വിടാം. ആ പദ്ധതി തുടങ്ങാം. രണ്ടുകൂടെ എപ്പോ തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുമാണ്. അതൊക്കെ പോട്ട് കുഞ്ഞമ്മ, ഇങ്ങനെ പോയാലും മാസം അതിന് 2-3 ലക്ഷം രൂപയൊക്കെ വരുമാനം കാണൂല്ലേ? അല്ലടി സരസു, ഈ എഴുതാനും വായിക്കാനും അറിഞ്ഞാ പൊട്ടച്ചെറുക്കത് എന്നെ തീർക്കും. അങ്ങനെ നീ ഇപ്പൊ എന്റെ മോനെ കൊച്ചാക്കണം. അതിന്റെ കണക്കൊക്കെ അവൾ അച്ഛനും മോലാലിന്റെ കൊടുത്തോളും. എന്നെ കൊച്ചത് ഈ കാക്ക ചുള്ളിയൊക്കെ അവിടെ പോയി ഒടിച്ചു കൊടുത്താൽ മതി. അപ്പൊ എസ്റ്റേറ്റ് അവരല്ലേ? ഇല്ലടി പെണ്ണ്, അവരവിടെ അടവൊടുക്കി കിടക്കണേന്. അങ്ങനെ പറ. ഇപ്പോഴല്ലേ കണക്ക് ശരിയായത്. Conversation. Leena going to market. On the way, she saw her friend Raju. Write the conversation between Leena and Raju. അപ്പൊ ലീനയുടെ രാജുവിന്റെ കോൺവെർസേഷൻ എഴുതണം. ഞാൻ വിളിച്ചു. ലീന. ഹലോ രാജു.
ഹലോ രാജു. ഹലോ ലീന. രാജു, വാട്ട് ഈസ് യുവർ നെയിം രാജു? മൈ നെയിം ഈസ് രാജു. വാട്ട് ഈസ് യുവർ നെയിം ലീന? മൈ നെയിം ഈസ് ലീന. രാജു, ഹൗ ആർ യു രാജു? ഐ ആം ഫൈൻ ലീന. താങ്ക് യു ലീന. ലീന, ഹൗ ആർ യു ലീന? I am also fine രാജു. Thank you രാജു. രാജു, where are you going? I am going to my uncle's home. Lina, where are you going? രാജു, I am going to market. Okay, Lina, bye bye. Okay രാജു, bye bye. Bye bye രാജു. Bye bye രാജു. ഇതിന് എനിക്ക് 5 മാർക്ക് കിട്ടും. ഞാൻ ജയിച്ചു. അപ്പൊ തുമ്പിനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ട് അവളെ തലയിൽ ഒട്ടിച്ചിരുന്നൊക്കെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോ 2 സ്റ്റിച്ചേ ഉള്ളൂ. ഇപ്പൊ നല്ല വേദന കുറവുണ്ട്. അവൾക്ക് നല്ല വേദനയൊക്കെ കുറവ്. അവളെ ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വീഡിയോ എടുക്കൽ നടക്കൂല. അപ്പൊ നമ്മൾ വിചാരിച്ച് ചായരോടെ എന്തായാലും കടി ഉണ്ടാക്കണമല്ലോ. അതൊരു മിനി വ്ലോഗായിട്ട് എടുക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഉഴുന്ന് വടയാണ് കേട്ടാ. എല്ലാവർക്കും ഉഴുന്നോടെ ഉണ്ടാക്കാൻ അറിയാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉഴുന്നൊക്കെ അരച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അനിയൻകുട്ടി എവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് വെക്കും. ഇനി നമുക്ക് മാവിലും ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് വരുമ്പോ അത് അനാവശ്യത്തിലുള്ള ഉപ്പിടലാണ്. കാര്യം എനിക്ക് ഉപ്പ് കാണുമ്പോഴേ ഞാൻ അതുകൊണ്ടൊക്കെ ചാടും അതിലോട്ട്. പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടൊന്നും അല്ലാട്ട് ഇളക്കണം. ഞാൻ കൈ വെച്ച് തന്നെ ചവിടണം. കാര്യം എനിക്ക് ഇതിട്ട് കിണ്ടാറിഞ്ഞോളൂ. പിടി കഴിഞ്ഞ കഴിക്കായിരുന്നേ. കനിയൻകുട്ട ഉള്ളി മുളകൊക്കെ അരിഞ്ഞോണ്ട് വന്നേ. ഇഞ്ചി ഇല്ല, ഇഞ്ചി വീട്ടിലില്ലായിരുന്നു. അതെ ഇരിക്കുന്നു, ഇനി ഇരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇഞ്ചിയൊക്കെ ഇടണം കേട്ടോ. നമ്മളെ വീട്ടിൽ ഇന്ന് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാത്തത്. എന്നാലും പിന്നെ നല്ല വൃത്തിക്ക് അടി കൂട്ടിയൊക്കെ ഇളക്കണം. കാര്യം അടി പിടിക്കാൻ പാടില്ല. ഒട്ടിയൊക്കെ ഇരിക്കും എവിടെ എവിടെയൊക്കെ. ഇനി ഞാൻ ഇളക്കിയത് ലൂസ് ആവണം. ഈ വീട്ടിൽ പതിവ് തെറ്റാതെ ഒരേ ഒരു കാര്യം മാത്രം നടക്കുള്ളൂ. കുഞ്ഞൂട്ട് അടുപ്പ് എത്തിക്കുന്നത്. എപ്പോ അടുപ്പ് എത്തിക്കണമെങ്കിൽ കുഞ്ഞൂട്ടനെ വിളിച്ചാൽ മതി കത്തിച്ചു വരും. ഇനി ഈ അടുപ്പിൽ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം. ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്ക് അടുത്തതായി എണ്ണ വീത്തൽ പരിപാടിയാണ്. കളയണമല്ലോ. എണ്ണ നല്ലപോലെ ചൂടായി. അപ്പൊ ഇനി അടുത്തത് ഇനി ഇത് ഉരുട്ടിയിടാം. പിപ്രാളം കണ്ണറ കറക്റ്റായിട്ട് വീഴും. 3 കൊള്ളൂലല്ലോ അതില്. അടുത്തതായിട്ടുള്ള എന്റെ ഒരു ആലോചന ഒരു ഇതിടാന്നാണ്. തുണിക്കട, ഒരു തയ്യക്കട, ഒരു ചായക്കട. ഇനി ഇളക്കി കൊടുക്കണം. കാര്യം ഒരെണ്ണം കഴിയാറായി. എന്താ ഞാൻ ഉണ്ടാക്കിയ വട. ഈ വട എന്റെ പേരാണ് പച്ച കുത്തിയേക്കുന്നത്. കണ്ടാ കറക്റ്റ് ആയിട്ട് വന്നു. നല്ല വടയല്ലേ. ഇതാ നമ്മൾ ചായയുടെ കഴിക്കാൻ പോണ വട. നമ്മൾ ഉണ്ടാക്കിയ വട. ഇത്രയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് നല്ല ട്യൂഷൻ വിട്ടൊക്കെ വരും. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കും. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ. ചാറ്റ ബൈ ബൈ, സീ യു. ഇത് എന്തേലും കൊട്ട വെയിൽ. ഇവിടെ ആരും ഇല്ലേ? അമ്മച്ചി ഇവിടെ നിൽക്കുമ്പോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടാ. ഞാൻ വന്നത് ഈ വീട്ടിലെ കുറച്ച് വിവരങ്ങൾ അറിയണോ. അത് എഴുതിയെടുക്കാൻ വന്നേ. ഇവിടുത്തെ കാലോണിക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്ത മോൻ ബാബുവിന്റെ വീടാണ് ഇത്. നിലമ്പച്ച അപ്പൊ ഗ്രഹനാഥന്റെ പേര് ബാബു. ഓ ബാബു, അവന്റെ 35-ാമത്തെ വയസ്സിൽ അവനെ ആസ്കിടഞ്ചു പറ്റി. അപ്പൊ അവന്റെ 32 പല്ലു വന്നു പോയി. അപ്പൊ നമ്മള് വലിയ ക്യാഷ് ഒക്കെ കൊണ്ടാക്കി. അപ്പൊ അന്ന് അവന് 3 രൂപയ്ക്ക് കിട്ടി. 6 രൂപയും പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന പൊട്ടും പൊടി എല്ലാം കൂടി വിറ്റുവർക്ക് മേടിച്ചാണ് ഈ വീട്. അപ്പൊ സ്വന്തമായിട്ട് വീടുണ്ട്. അമ്മച്ചി ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കാണ്ട്? പിന്നെ എന്നെ മരുമകളായോണ്ട് പറയാനല്ല മക്കളെ. അവർക്ക് പരമാവധി അത് പാടും. എന്നാണെങ്കിൽ ഒരു അയലോകത്ത് പോകാൻ സമ്മതിക്കില്ല. എനിക്ക് 10 പേരെ കാര്യങ്ങൾ അറിയണ്ടേ. ഞാൻ ഈ വീട്ടിൽ എങ്ങനെ ചുമ്മാ ഇരിക്കും? മക്കളത് പറഞ്ഞാണ് തന്നെ മക്കൾക്ക് കേൾക്കണം. ഞാൻ അതൊരു സുഖം നിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവൾ എന്നോട് എന്തേലെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് മണിച്ചി അറിഞ്ഞില്ല. ഞാൻ പോയി മണിച്ചിന്റെ വീട്ടിൽ പറഞ്ഞു, മണിച്ചി നിന്നെ പറ്റി സുഖത്തി ഇങ്ങനെ പറഞ്ഞേന്നേ ഞാൻ പറഞ്ഞു. അത് കേട്ടോടനെ എന്റെ മരുമോള് പറയണേ ഞാൻ ഭയങ്കര നോച്ചിയാണ്. ആരെങ്കിലും സഹിക്കോ മക്കളെ ഇതൊക്കെ പറയണ? അയ്യോ അമ്മച്ചി, ഞാൻ ഇതറിയാനല്ല വന്നത്. ഓ അപ്പൊ മറ്റേതറിയാനാ വന്നത്. ഞാൻ അപ്പോഴേ അവളോടെ പറഞ്ഞു, എടി എന്നായാലും ഒരു നാട്ടുകാരറിയോന്നു. അതെന്തേലും ഒരു ദിവസം രാവിലെ ഇവിടെ കയറി വന്നു. അപ്പൊ അവൾ കൂടെ അവളെ മറന്നു വെച്ചിട്ടങ്ങ് പോയി. അപ്പോഴേ ഞാൻ എന്റെ മരുമോളോട് പറഞ്ഞു, എടി അങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പൊ അവള് കേൾക്കാതെ ഒരു കടയെ കൊണ്ടായി അതിന് പിടി മാറ്റിയിട്ടോണ്ട് നടക്കില്ല. മക്കളുകാരോട് പറയില്ലേ? അയ്യോ എന്റെ അമ്മച്ചി, ഞാൻ പഞ്ചായത്തിൽ നിന്ന് സെൻസസ് എടുക്കാൻ വന്നത്. എന്താ ഇപ്പൊ പോയിട്ട് ഇവിടെ ക്യാച്ചുള്ള സമയത്ത് വരാം. ഓ ബസ്സിൽ ഇന്ന് ഞെരിക്കന്നെ എന്തോ അല്ലേടി ചക്കി. നിനക്കിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാമേ? വേണ്ട എന്റെ പൈസയുണ്ട്. പോട്ടെ വണ്ടി. ഒരു പച്ചല്ല പോട്.
എന്നാ ആളിറങ്ങാണ്ട വണ്ടി പോട്ടെ പിന്നെ ഒരു മടാരം. അയ്യോ വണ്ടിയുടെ ബ്രാക്ക് പറ്റി എല്ലാരും പിടിച്ചിട്ടുണ്ടോ